മൊത്തമായിട്ട് മഞ്ഞ് മൂടി കിടക്കലാണ്. ക്ലൈമറ്റ് നമുക്ക് വളരെ അനുകൂലമായിട്ട് യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം അത് ചെറിയ സംഖ്യ ആയിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് ആ ഒരു ഭാഗത്തേക്കായിട്ടുള്ള മല ഇടിഞ്ഞ് വലിയ പാറകളൊക്കെ ഇവിടെ ടണലിൻ്റെ ഭാഗത്തായി. നിലമ്പൂരിലെ അവസാന ദിവസത്തെ യാത്രയിലാണ് നമ്മൾ ഇന്ന്. കോഴിക്കോടേക്ക് മടങ്ങിപ്പോകും. അവസാന ദിവസം ഷൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പോകാൻ ഉദ്ദേശിക്കുന്നത് ആഡ്യംപാറയിലേക്കാണ്. നിലമ്പൂരിൽ നിന്നും ആഡ്യംപാറയിലേക്ക് ഏകദേശം 14-15 കിലോമീറ്റർ ഉണ്ട്. ഇതിനിടയിലായിട്ട് മൈലാടിപ്പാലം എന്ന് പറയുന്ന ഒരു പാലത്തിലാണ് നമ്മളുള്ളത്. താഴെ കൂടെ ചാലിയാർ ഒഴുകി പോകുന്നുണ്ട്. നമുക്ക് നേരെ ആഡ്യംപാറയിലേക്ക് പോവാം. ആഡ്യംപാറയിൽ നമ്മളെ കാത്തിരിക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ആഡ്യംപാറ വെള്ളച്ചാട്ടം. അതിനോട് ചേർന്ന് തന്നെ ഒരു ആഡ്യംപാറ ജലവൈദ്യുത പദ്ധതിയുണ്ട്. ആഡ്യംപാറയിലേക്കുള്ള റോഡ് തന്നെ വളരെ അടിപൊളിയാണ്. മൊത്തമായിട്ട് മരങ്ങൾ തിങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു കാടിൻ്റെ അന്തരീക്ഷം നൽകുന്ന അതിൻ്റെ നടുവിലൂടെയാണ് നമ്മുടെ റോഡുള്ളത്. ഇത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നിലമ്പൂർ ഭാഗത്തേക്കൊക്കെ വന്ന ആളുകൾക്കറിയാം. നിലമ്പൂരിൻ്റെ പരിസര പ്രദേശത്തേക്കൊക്കെ ഉള്ള റോഡുകൾ ഇങ്ങനെയാണ്. മൊത്തം കാടും മരങ്ങളൊക്കെ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു കാടിൻ്റെ നടുവിലൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള റോഡുകളാണുള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു നിലമ്പൂർക്കാരനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ വീഡിയോ എടുക്കുന്ന ഒരാളാണ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിലമ്പൂർ വന്നാൽ തീർച്ചയായിട്ടും ആഡ്യംപാറയിൽ പോയിരിക്കണം. ആഡ്യംപാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിലമ്പൂരിൻ്റെ ഒരു ഐക്കണാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നിലമ്പൂർ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കുന്ന സ്ഥലമാണെങ്കിൽ നമുക്ക് അവിടെ പോകാമല്ലോ എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയിലാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത്. പക്ഷേ അദ്ദേഹം അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഞാൻ വീഡിയോ തുടക്കത്തിൽ ആഡ്യംപാറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആഡ്യംപാറ വെള്ളച്ചാട്ടം എന്ന് എടുത്തു പറഞ്ഞിട്ടില്ല. അതിന് കാരണമുണ്ട്. സമീപകാലത്തൊന്നും ആഡ്യംപാറയിൽ വന്ന ആളുകൾക്കൊന്നും വലിയൊരു വെള്ളച്ചാട്ടം കാണാൻ പറ്റിയിട്ടില്ല അത്രേ. അതായത് വെള്ളം ഒഴുകി വരുന്ന ഒരു വലിയൊരു ഭീകരമായ ഒരു സംഭവമൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ കാരണമായിട്ട് അവർ പറഞ്ഞത് ഒരു ജലവൈദ്യുത പദ്ധതി പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ അവിടേക്ക് അത്യാവശ്യം വെള്ളം എടുക്കുന്നതുകൊണ്ട് ഈ ആഡ്യംപാറേൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വെള്ളം വരുന്നത് കുറവാണ്. കഴിഞ്ഞ പ്രളയം ഉണ്ടല്ലോ, ആ സമയത്ത് ആഡ്യംപാറയിൽ വലിയ ദുരന്തങ്ങളൊക്കെ സംഭവിച്ചിരുന്നു. വലിയ രീതിയിൽ പ്രളയം ബാധിച്ചൊരു സ്ഥലമാണ് ഈ ആഡ്യംപാറ. അതിൻ്റെ അവശേഷിപ്പുകളൊക്കെ ഇപ്പോഴും ഇവിടെ ബാക്കിയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കൊക്കെ കാണാൻ പറ്റും. മഴ പെയ്യുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ഓർമ്മകൾ വരാനുണ്ട്. അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഒരു കുഞ്ഞ് സങ്കടത്തിൻ്റെ കഥയാണ്. ഈ ഒരു കഥ കേൾക്കുമ്പോഴേക്ക് നമ്മൾ ആഡ്യംപാറ എത്തും. കേൾക്കുമ്പോൾ കോമഡി ആയിട്ട് തോന്നുന്നു. ഞാൻ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ മഴ പെയ്യുന്ന സമയത്ത് വീട്ടിലിരിക്കുമ്പോൾ തണുപ്പ് വരുമല്ലോ, ആ ഒരു തണുപ്പിനെ പ്രതിരോധിക്കാൻ അച്ഛൻ്റെ ഷർട്ട് എടുത്തിടും. അപ്പോൾ ആ ഒരു സമയത്ത് അച്ഛൻ്റെ ഷർട്ട് എടുത്തിടുമ്പോൾ അതെനിക്ക് വളരെ വലുതായിരിക്കും. ഏകദേശം ഒരു കന്നാസ് കടലാസ് മോഡലിൽ ആയിരിക്കും എൻ്റെ ഈ ഒരു രൂപം. എൻ്റെ മുകളിൽ മുതൽ താഴെ വരെ മൊത്തമായിട്ട് കവർ ചെയ്യാൻ ആ ഒരു ഷർട്ട് മാത്രം മതി. എൻ്റെ കൈയൊന്നും കാണൂല. ഷർട്ടിനുള്ളിൽ കൂടെ എൻ്റെ കഴുത്തിൻ്റെ മുകളിലേക്കുള്ള ഭാഗം മാത്രമേ ബാക്കിയുള്ള ആളുകൾ കാണുള്ളൂ. പക്ഷേ ഇപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് വീട്ടിലിരിക്കുമ്പോൾ എനിക്കതൊക്കെ ഓർമ്മ വരും. പക്ഷേ എൻ്റെ വിഷമം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെ ഷർട്ട് ഇപ്പോൾ ഞാൻ പോയി എടുത്തിട്ട് കഴിഞ്ഞാൽ ഞാൻ അച്ഛനോളം വളർന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ഷർട്ടിൻ്റെ സൈസും എൻ്റെ ഷർട്ടിൻ്റെ സൈസും ഏകദേശം ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അച്ഛൻ്റെ ഷർട്ട് ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റ് ഫിറ്റാണ്. അതുകൊണ്ട് എനിക്ക് പഴയ ഒരു ഫീൽ കിട്ടുന്നില്ല. ഇത്രയേ ഉള്ളൂ കഥ. ചിലപ്പോൾ നിങ്ങൾക്ക് കോമഡി ആയിട്ട് തോന്നും. നിങ്ങൾക്കിതുപോലെ എന്തെങ്കിലും രസകരമായിട്ട് മഴയായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും അനുഭവങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. അവിടെ ഒരു ബോർഡിൽ ആഡ്യംപാറ കിലോമീറ്ററിന് മാത്രം എഴുതി വെച്ചിട്ടുണ്ട്. യൂണിറ്റ് മാത്രം എഴുതിയോണ്ട് ചിലപ്പോൾ 1 കിലോമീറ്റർ കൂടിയേ ദൂരം ഉണ്ടാവുള്ളൂ. 1 കിലോമീറ്ററിനായിരിക്കണം അതിനകത്ത് ഉദ്ദേശിച്ചത്. അങ്ങനെ നമ്മൾ ആഡ്യംപാറയിലെത്തി. പാർക്കിങ്ങിൽ അധികം വണ്ടികളൊന്നുമില്ല. അപ്പോൾ പൊതുവെ ആളുകൾ കുറവാണെന്ന് തോന്നുന്നു. നമ്മളവിടെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ആഡ്യംപാറേൻ്റെ മുകൾ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ആ വെള്ളച്ചാട്ടമുള്ളൊരു ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ടിക്കറ്റ് ഉണ്ട്. ഒരാൾക്ക് 10 രൂപയാണ് ആഡ്യംപാറ വെള്ളച്ചാട്ടം കാണാനുള്ള ടിക്കറ്റ്. അതേപോലെ തന്നെ ഒരു ആഡ്യംപാറ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, ഒരു ചെറുകിട വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രമുണ്ട്. ആ ഒരു സ്ഥലം കാണാനും 10 രൂപ. അങ്ങനെ ഒരാൾക്ക് 20 രൂപയാണ് ടിക്കറ്റ്. നമ്മൾ വന്ന ക്ലൈമറ്റ് വളരെ അടിപൊളിയാണ്. ചെറിയ രീതിയിലൊരു ചാറ്റൽ മഴയുണ്ട്. പക്ഷേ അതിനൊന്നും വകവെക്കാതെ നമ്മൾ ആഡ്യംപാറ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കലാണ്. ചാറ്റൽ മഴ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഭാഗം മൊത്തമായിട്ടും കോട മൂടിക്കിടക്കലാണ്. നമ്മുടെ പുറകിലായിട്ടാണ് ആഡ്യൻപാറ ചെറുകിട ജലവൈദ്യുത പദ്ധതി ഉള്ളത്. ഇതിലൂടെ വെള്ളം ഒഴുകിയിട്ട് ഇതിലൂടെ പുറത്തേക്ക് വിടുന്ന ഒരു ഭാഗത്താണ് നമ്മളുള്ളത്. മുൻപ് നമ്മുടെ ചാനലിൽ നടത്തിയിട്ടുള്ള പല യാത്രകളിലും ഞാൻ ഇതുപോലത്തെ ഒരു കാഴ്ച, ഇതുപോലെ മഞ്ഞു മൂടിക്കിടക്കുന്ന ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് പ്രതീക്ഷിച്ച് ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഇത്തരത്തിലൊരു അന്തരീക്ഷം
നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മളൊരു സ്ഥലത്തേക്ക് കാണാൻ പോകുമ്പോൾ ആ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിപ്പെടുന്ന അന്തരീക്ഷം അല്ലെങ്കിൽ ആ ഒരു സമയം ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ആഢ്യംപാറയിൽ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു ക്ലൈമറ്റ് കിട്ടിയത്. തികച്ചും പരിസ്ഥിതി സൗഹാർദ്ദമായ രീതിയിലാണ് ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. നദിയുടെ സ്വാഭാവികമായ നീരൊഴുക്കിനെ ഒരു വിധത്തിലും തടസ്സപ്പെടുത്താതെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചെടുക്കലാണ്. 2018 പ്രളയ സമയത്ത് ഈ ഒരു ഭാഗത്ത് ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ട് ഡാമിലേക്ക് വെള്ളം അല്ലെങ്കിൽ പവർ സ്റ്റേഷനിലേക്ക് ആവശ്യമായ വെള്ളം എത്തുന്ന ആ ടണലിൻ്റെ ഭാഗത്തായിട്ട് വലിയ പാറക്കഷണങ്ങളൊക്കെ വന്ന് വീണിട്ട് മൊത്തമായും ജലം തടസ്സപ്പെട്ട് മൊത്തമായി മൂടിപ്പോയിരുന്നു. അങ്ങനെ ആ ഒരു സമയത്ത് പവർ സ്റ്റേഷൻ്റെ പ്രവർത്തനം പൂർണ്ണമായും കുറച്ച് ദിവസങ്ങളിലേക്ക് നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ KSEBയുടെ ഉന്നത തലങ്ങളിൽ നിന്നും ഇടപെട്ടുകൊണ്ട് പ്രവർത്തിച്ചിട്ട് ഈ ഒരു പവർ സ്റ്റേഷൻ വീണ്ടും പ്രവർത്തന സജ്ജമാക്കുകയായിരുന്നു. വെള്ളം ഒഴുകി പോകുന്ന ആ ഒരു ഭാഗം ഇതിന് താഴെ കൂടിയാണ്. നമ്മൾ അതിന് പാരലായിട്ട് ഒരു റോഡിലൂടെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കലാണ്. നമുക്ക് ആ ഒരു വഴിയിലായിട്ട് കുറച്ച് ദൂരം നടന്നു വന്നു, പക്ഷേ എത്തുന്നില്ല എന്ന രീതിയിൽ കിതപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആരോടും തന്നെ വഴി ഒന്നും ചോദിക്കാതെ മുകളിലോട്ട് കയറി വന്നതാണ്. മുകളിലായിരിക്കുമെന്ന് ഒരു തോന്നലുണ്ടായിട്ട് സൈഡിലായിട്ട് മൊത്തമായിട്ട് മരങ്ങളാണ്. താഴെക്കൂടെ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. ആ ഒരു ഭാഗത്തേക്കൊക്കെ നോക്കിയാൽ കാണാം മൊത്തമായിട്ടും മഞ്ഞുകൊണ്ട് മൂടി നിൽക്കലാണ്. നമുക്ക് പോകാനുള്ളത് ഈ റൂട്ടിലേക്കാണ്. ശരിയായ വെള്ളച്ചാട്ടം ആ ഒരു ഭാഗത്തേക്കാണോ എന്ന് ഉറപ്പില്ല, പക്ഷെ നമുക്ക് മുന്നോട്ടേക്ക് പോയി നോക്കാം. എനിക്ക് തോന്നുന്നു വെള്ളച്ചാട്ടം ഈ ഒരു ഭാഗത്തല്ല. നമുക്ക് മുകളിൽ വരെ പെട്ടെന്ന് പോയി നോക്കിയിട്ട് തിരിച്ചു നടക്കാം. കുറച്ച് ദൂരമായിട്ട് ഇത്തരത്തിൽ തന്നെ നടക്കലാണ്, പക്ഷേ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭാഗം ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ ഓടിക്കത്തിച്ച് ഇവിടുത്തെ സമയത്ത് വെറുതെ ആയില്ല. ഈ ഒരു ഭാഗത്തായിട്ട് അതിൻ്റെ മുകളിലോട്ട് കയറാനൊരു സജ്ജീകരണം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്കതിൻ്റെ മുകളിൽ നിന്നാൽ ചിലപ്പോൾ ഈ ഒരു ഭാഗത്തിലൂടെ വെള്ളം ഒഴുകി പോകുന്നത് വളരെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ആ ഒരു ഭാഗത്തേക്കായിട്ട് മൊത്തമായിട്ട് മഞ്ഞ് മൂടിക്കിടക്കലാണ്. ക്ലൈമറ്റ് നമുക്ക് വളരെ അനുകൂലമായിട്ട് വളരെ അടിപൊളിയായിട്ടുള്ള ക്ലൈമറ്റാണ്. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് ആ ഒരു ഭാഗത്തേക്കായിട്ടുള്ള വ്യൂ കാണാം. നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി. ഈ ഒരു ഭാഗത്തു നിന്നുള്ള വ്യൂ വളരെ വളരെ അടിപൊളിയാണ്. മൊത്തമായിട്ട് മഞ്ഞ് മൂടി നിൽക്കലാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് ചെക്ക് ഡാമിൻ്റെ ആ ഒരു ഭാഗം കാണുന്നുണ്ട്. അതേപോലെ നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് പാടി തരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും. കാടല്ലേ, ഏതൊരു കിളിയാണ് നമുക്ക് വേണ്ടിയിട്ട് നല്ല പാട്ടൊക്കെ പാടി തരുന്നുണ്ട്. നമ്മൾ അതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി. ഈ ഗോപ്രോൻ്റെ ചാർജ് ഏകദേശം കഴിഞ്ഞ പോലെയാണ്. പവർ ബാങ്കിൽ ചാർജിലിട്ടതാണ്. നമ്മളിപ്പോൾ ഫോണിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വന്ന വഴി മറക്കരുതല്ലോ. പവർ സ്റ്റേഷൻ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം എത്തിക്കുന്ന ആ ഒരു ടണലിൻ്റെ ഭാഗത്തേക്കാണ്. നേരത്തെ പറഞ്ഞ പോലെ 2018 പ്രളയത്തിൽ ഈ ഒരു ഭാഗത്തേക്കായിട്ട് മുകൾ ഭാഗത്തു നിന്ന് ആ ഭാഗത്തു നിന്നായിട്ട് മൊത്തമായിട്ട് മല ഇടിഞ്ഞ് വലിയ പാറകളൊക്കെ ഇവിടെ ടണലിൻ്റെ ഭാഗത്തായിട്ട് വീണിട്ട് വെള്ളം മൊത്തമായിട്ട് തടസ്സപ്പെട്ടു പോയി. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ വൈദ്യുതി ഉൽപ്പാദനം മുടങ്ങിക്കിടന്നിരുന്നു. പവർ സ്റ്റേഷൻ്റെ ടണലിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ എത്തിയത്. വെള്ളച്ചാട്ടം കാണണമെന്ന പ്രതീക്ഷയിലായിരുന്നു, അല്ലെങ്കിൽ ആ കാണണമെന്നായിരുന്നു നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ ഭാഗത്തായിട്ടുള്ള വെള്ളച്ചാട്ടം നമുക്ക് താഴോട്ടേക്ക് പോയാൽ ആ ഒരു ഭാഗത്തായിരിക്കണം. നമ്മൾ ആരോടും വഴി ചോദിക്കാതെ ഇങ്ങോട്ട് കയറി വന്നതാണ്. ഇവിടുന്ന് ജസ്റ്റ് ഫോണിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ എടുത്ത സമയത്ത് അത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് യൂട്യൂബ് സ്റ്റുഡിയോയിലൊന്ന് കയറി. ആ സമയത്താണ് അറിഞ്ഞത് നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ്, ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് ഇപ്പോൾ. യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം അത് ചെറിയ സംഖ്യ ആയിരിക്കും, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം 1000 ആളുകൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ളത് വളരെ വളരെ ഹാപ്പിയാണ്. എൻ്റെ സന്തോഷം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുന്നില്ല. അത്ര അടിപൊളിയാണ്. ഇവിടെ KSEBയിൽ ഒരു സ്റ്റാഫായിട്ടുള്ള ഒരാളാണ് ചേട്ടൻ. ഞങ്ങളോട് താഴോട്ട് നടന്നു പോകുന്ന സമയത്ത് പോരുന്നു എൻ്റെ കൂടെ എന്ന് ചോദിച്ചപ്പോൾ ലിഫ്റ്റ് ചോദിച്ചിട്ട് താഴോട്ടേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കലാണ്. പവർ സ്റ്റേഷനോട് ചേർന്നുള്ള ബിൽഡിങ്ങുകളൊക്കെ ഇത്തരത്തിൽ പൊളിഞ്ഞ നിലയിലാണ് കാണുന്നത്. കഴിഞ്ഞ പ്രളയ സമയത്ത് ഈ ഒരു ഭാഗം മൊത്തമായിട്ട് ഒലിച്ച് താഴോട്ടേക്ക് ഒഴുകിപ്പോയതാണ്. അതിനുശേഷം ഈ ഒരു ഭാഗത്തൂടെ കെട്ടി നിർത്തിയിട്ട് മണ്ണിട്ട് ലെവലാക്കിയതാണ്. ഇവിടെയായിട്ട് പവർ ഹൗസിൻ്റെ പ്രവേശന കവാടമുണ്ട്. നമുക്കിതിലൂടെ ഉള്ളിലോട്ട് കയറി നോക്കാം. എന്നിട്ട് നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് പോകാം.
നേരത്തെ മഞ്ഞ് മൂടി കിടക്കുന്ന ആ ഒരു മലയുടെ ഭാഗമാണിത്. ഇപ്പം മഞ്ഞൊക്കെ പോയിട്ട് അത് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ താഴെ കൂടിയായിട്ട് ഒരു പെൻ സ്റ്റോക്ക് ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ ഒരു പവർ സ്റ്റേഷൻ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം എത്തിക്കാനുള്ള പെൻ സ്റ്റോക്ക് ആണെന്നാണ് തോന്നുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഇത്തരത്തിൽ ജനറേറ്ററുകളുണ്ട്. ഇതിനകത്തായിട്ട് ഈ ഒരു പവർ ഹൗസിൽ 3 ജനറേറ്ററുകളാണുള്ളത്. ഇപ്പോൾ പെയിൻ്റ് അടി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. സാധാരണ ഇങ്ങനെ പവർ സ്റ്റേഷനകത്തേക്കൊക്കെ എൻട്രി ചെയ്യാനും അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യാനും സെക്യൂരിറ്റി പ്രോബ്ലം കൊണ്ട് സാധിക്കാറില്ല. പുറമേയുള്ള തണുപ്പ് പോരാന്ന് തോന്നിയത് കൊണ്ടാണ് അകത്തുകൂടെ തണുപ്പ് വരാൻ വേണ്ടിയിട്ടാണ് ഐസ്ക്രീം വാങ്ങിയത്. നമ്മൾ നേരത്തെ മുകളിലോട്ട് കയറിപ്പോയില്ലേ, ആ ഒരു ഭാഗം പവർ സ്റ്റേഷനിലേക്ക് മാത്രമുള്ള വഴിയാണ്. ആ ഒരു എൻട്രൻസ്, ആ ഒരു ടിക്കറ്റ് എടുത്തതിൻ്റെ താഴെ ഭാഗത്തേക്കാണ് വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗം. ഇതിലൂടെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് പോകാൻ. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5:30 വരെയാണ് ഇവിടുത്തെ പ്രവൃത്തി സമയം. ആഢ്യംപാറ ഇക്കോ ഹബ്ബ് നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടനം ശ്രീ AP അനിൽകുമാർ. ഇതിനകത്തേക്ക് കയറാം നമുക്ക്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കയറിയ സമയത്ത് തന്നെ ഇത്തരത്തിൽ അടിപൊളിയായിട്ടുള്ള മരങ്ങളും ചെടികളൊക്കെ വെച്ചിട്ടുള്ളൊരു സ്ഥലം കാണാൻ പറ്റും. പൂക്കളും ചെടികളും പറിക്കരുത് എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട്. ഈ സെയിം ബോർഡ് തന്നെയാണ് നമ്മൾ കേരളാംകുണ്ട് വാട്ടർഫാൾസ് കാണാൻ പോയ സമയത്ത് അവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ DTPC മൊത്തം ഏതോ സ്ഥലത്ത് നിന്ന് അടിച്ചിട്ട് ഇവിടെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി തൂക്കിയതാണെന്ന് തോന്നുന്നു. പറയാതിരിക്കാൻ വയ്യ, നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള പൂക്കളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഈ സ്ഥലത്തെ അവർ സൂക്ഷിക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് കയറിയാലും ഇതിൻ്റെ ഉള്ളിലൊക്കെ ഷോപ്പും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമുക്കേതായാലും വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോവാം. നേരത്തെ നമ്മൾ ചെക്ക് ഡാമിൻ്റെ അങ്ങോട്ടേക്ക് അറിയാതെ വൈതെറ്റിയാണെങ്കിലും മേലോട്ട് കയറിപ്പോയില്ലേ. ഇവിടെ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് 1.5 കിലോമീറ്റർ മുകളിലാണ് ആ ഒരു ചെക്ക് ഡാമിൻ്റെ ഭാഗമുള്ളത്. അതായത് നമ്മൾ ഇവിടുന്ന് 1.5 കിലോമീറ്ററാണ് നടന്നു പോയത് മേലോട്ടേക്ക്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അടുത്ത് കാണും, ഓരോ വളവിൽ നമ്മൾ ഈ വെള്ളച്ചാട്ടം കാണുമെന്ന് പ്രതീക്ഷിച്ച് ഒരു എക്സൈറ്റ്മെൻറ്റിൽ പോയതുകൊണ്ട് എനിക്ക് 1.5 കിലോമീറ്റർ ഒന്നും ദൂരം മേലോട്ടേക്ക് നടന്നും തോന്നിയിട്ടില്ല. തിരിച്ചു വരുമ്പോഴാണെങ്കിൽ നമ്മൾ ബൈക്കിനാണ് വന്നത്, അതുകൊണ്ട് തന്നെ വലിയ ക്ഷീണം തോന്നി. അതേപോലെ നിങ്ങൾ ആഢ്യംപാറയിലേക്ക് വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മഴക്കാലമാണ് റെക്കമെൻഡ് ചെയ്തത്. മഴക്കാലത്ത് വന്നാൽ മാത്രമേ ഉള്ളൂ വലിയൊരു വെള്ളച്ചാട്ടവും അതേപോലെ തന്നെ ഈ ഒരു ക്ലൈമറ്റും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു താഴെ ഭാഗത്തെത്തി. പക്ഷേ ഈ ഒരു ഭാഗത്തേക്കായിട്ട് അങ്ങനെ വെള്ളവും ചാട്ടമൊന്നും കാണുന്നില്ല. അതേപോലെ ആ ഒരു ഭാഗത്തേക്കായിട്ട് ഒരു വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. നമുക്കതിൽ ഇതിലൂടെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് പോകാനായിട്ട് പറ്റും. ഞാനിങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും എത്ര അടിപൊളിയായിട്ടാണ് അവർ ഈ ഒരു സ്ഥലത്തെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതെന്ന്. സാധാരണഗതിയിൽ ഇവിടെ വളരെ വലിയൊരു കൂട്ടം ആളുകൾ തന്നെ ഉണ്ടാവാറുണ്ട്. ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ വളരെ കൂടുതൽ ആളുകൾ വരാറുണ്ടായിരുന്നു. പക്ഷേ ഇന്നെന്തുകൊണ്ടോ ആളുകൾ കുറവായതാണ്. 10 രൂപ മാത്രമേ ഇവിടേക്ക് കയറാനായിട്ടുള്ള ടിക്കറ്റ് ഉള്ളൂ. അപ്പോൾ വേണമെങ്കിൽ പറയാം, നിലമ്പൂരിൻ്റെ ഒരു ഐക്കൺ തന്നെയാണ് ഈ ഒരു ആഢ്യംപാറ വാട്ടർഫാൾസ്. ഇതിനുള്ളിലൂടെ ആയിട്ട് ഒരു വഴി കാണുന്നുണ്ട്. അതിലൂടെ പോയാലായിരിക്കും ആ ഒരു വ്യൂവിൻ്റെ ഭാഗത്തേക്ക് എത്തുക. ഇവിടെ നോക്കിയാൽ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ചെറിയൊരു ഭാഗം കാണാൻ പറ്റും. അതായത് വളരെ നേരത്തെ രീതിയിൽ വെള്ളം ഒഴുകി പോകുന്നത്. ഈ ഒരു ഭാഗത്തൂടെ നല്ലൊരു വെള്ളച്ചാട്ടം അല്ലെങ്കിൽ വലിയ അളവിലുള്ള വെള്ളം ഒഴുകി വരുന്ന ഒരു കാഴ്ച നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്ക്. അടിപൊളിയായിട്ടൊരു വ്യൂ ആയിരിക്കും. അത് വ്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മഴക്കാലത്ത് വരണം. അതേപോലെ ഈ ചാനലിൽ മുൻപ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം വീണ്ടും പറയുകയാണ്. സൗന്ദര്യം കൊണ്ട് നമ്മളെ മയക്കുന്ന എല്ലാ കാര്യത്തിലും ചതിക്കുഴികൾ ഒളിഞ്ഞിരിപ്പുണ്ടാകും. ആഢ്യംപാറയിലെ ഒഴുക്കിൽപ്പെട്ടിട്ട് 22 പേർക്കാണ് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ സേഫ്റ്റി നമ്മുടെ കയ്യിലാണ്. നമ്മുടെ പുറകിൽ കാണുന്നതാണ് ആഢ്യംപാറ വാട്ടർഫാൾസ്. ഇപ്പോൾ വെള്ളം കുറവാണ്. നമ്മളിവിടെ ഒരു സാഹസികതയ്ക്കും നിൽക്കുന്നില്ല. നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന സാഹസികതകൾ ഒരു പക്ഷേ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുടെ സങ്കടത്തിന് കൈവച്ചാലോ. അതുകൊണ്ട് നമ്മളിവിടുന്ന് മടങ്ങുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരിക്കും ഈ ചാനലിനും തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു ബൈ. ഈ ഒരു വാട്ടർഫാൾസിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് താഴോട്ടേക്ക് കാണാനായിട്ടൊരു വ്യൂ പോയിൻ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗത്തായിരുന്നു നമ്മൾ നേരത്തെ നിന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരു വൈഡായിട്ടുള്ള വ്യൂ കിട്ടുന്നുണ്ട്. മുകളിലായിട്ടൊരു മല കാണുന്നുണ്ട്. അതിന് നടുവിലൂടെ ഒരു പെൻ സ്റ്റോക്ക് കാണുന്നുണ്ട്. ആ ഒരു പെൻ സ്റ്റോക്ക് പോയി വന്ന് ചേരുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് ആഢ്യംപാറ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. 3.5 മെഗാവാട്ടാണ് അതിൻ്റെ സ്ഥാപിത ശേഷിയുള്ളത്. നമ്മൾ കരുതിയ മാതിരി ഒന്നും അല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്.